കൽപ്പറ്റയുടെ പ്രഭാത കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സുന്ദരമായ ഒരു ടൗണ്. ഓരോ ആളുകളും അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. ശുചീകരണ തൊഴിലാളികൾ ടൗൺ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. പാലിൻ്റെ വണ്ടി അതങ്ങനെ ഓരോ വീടുകളിലേക്ക് എത്തിക്കാനുള്ള പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. സാധന സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, അതേപോലെ തന്നെ പച്ചക്കറി കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ വാഹനങ്ങളിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ ഞായറാഴ്ച ചന്തകൾ പോലെയുള്ള സംഭവങ്ങൾ ഈ പരിസരങ്ങളിൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ എല്ലാ തരത്തിലുള്ള പച്ചക്കറി, കപ്പ, അതേപോലെ ഓറഞ്ച് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ വിൽക്കുന്ന കടകൾ. അങ്ങനെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും കൽപ്പറ്റയെ പല രീതിയിലും മനോഹരമായി കാണാൻ കഴിയും. ഈ ഭാഗങ്ങളൊക്കെ വളരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും ഒരു ചപ്പ് ചവറുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ജീവനക്കാരും അവരുടെ ജീവനോപാധികളായിട്ട് അങ്ങനെ ഹെൽത്ത് സർവീസിലുള്ള ആളുകളാണ് പോകുന്നതൊക്കെ. ഇപ്പോൾ നമ്മൾ ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്താണ് ഒരുപാട് സ്ഥാപനങ്ങൾ, നമ്മളെ പോസ്റ്റ് ഓഫീസ് പോലുള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ. ഇവിടെയാണ് ഈ ബസ് സ്റ്റോപ്പ്. ഈ പരിസരത്താണ് പോസ്റ്റ് ഓഫീസ്. ഇതെല്ലാം കാണാം. നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് കൽപ്പറ്റയുടെ. അതേപോലെ തന്നെ ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ് ഇപ്പോഴത്തെ പുതിയ ടോയ്ലറ്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരം. അങ്ങനെ കാഴ്ചകളിങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ട് അങ്ങനെ ഇന്നത്തെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കൽപ്പറ്റയുടെ. പിന്നെ ഈ വീഡിയോ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന അന്തരീക്ഷത്തിലുള്ളതായിരിക്കില്ല നാളെ കിട്ടുന്ന ഫോട്ടോകൾക്കും പിക്ചറുകൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അതെല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഒരേ സ്ഥലത്തിലൂടെ രണ്ട് സമയങ്ങളിൽ പോകുമ്പോൾ രണ്ട് പിക്ചറായിരിക്കും കിട്ടുക. അതിൽ സൂര്യൻ്റെ ഇതൊക്കെ വരുമ്പോൾ ആകാശം നല്ല നീലിമയായിട്ട് കാണും. അങ്ങനെ പല പല കാഴ്ചകളാണ് നമുക്ക് ഓരോ നിമിഷവും കിട്ടുക. അങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ പുതിയ കാഴ്ചകൾ, ടൗണിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവുകയാണ് നമ്മൾ. ഇതാണൊരു ക്യാപിറ്റൽ റിലയൻസിൻ്റെ മാളാണിത്. അങ്ങനെ ഓരോ ജ്വല്ലറികളും കൽപ്പറ്റയുടെ കാഴ്ചകൾ ഇതുവരെ കാണാത്ത എൻ്റെ പുറം ലോകത്തുള്ള പല ആളുകൾക്കും ഈ കാഴ്ചകൾ മനോഹരമായി കാണാൻ പറ്റും. ഇതാണ് പിക്കാഡോ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. അങ്ങനെ വർഷങ്ങളോളം വ്യാപാര മേഖലയായി ബന്ധപ്പെട്ട് സിന്ദൂർ അതിൻ്റെ സ്ഥാപനം ഈ ഭാഗത്ത് കാണാം. അതുപോലെ തന്നെ ബാങ്കുകൾ, റെസ്റ്റോറൻറ്റുകൾ, മില്ലുകൾ, അങ്ങനെ പല കാഴ്ചകളും നമുക്ക് ഈ ഒരു പരിസരത്തിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. യാത്രകളെല്ലാം നിങ്ങളെ ചിത്രീകരിച്ച് കാണിക്കുന്നത് സൈക്കിളിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓരോ വഴിയിൽ നിന്ന് നമ്മളെ വിളിക്കുകയാണ് കാണുമ്പോൾ ആരാണ്. അതേപോലെ തന്നെ ഇതൊക്കെ ഓരോ തൊഴിലാളികളാണ്. അവരുടെ തൊഴിൽ മേഖലയായി ബന്ധപ്പെട്ട് ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഓരോ കാഴ്ചകൾ. ഇപ്പോൾ പ്രഭാത പാലും വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓരോ നമ്മളെ നഗരസഭ, കൽപ്പറ്റയുടെ നഗരസഭ കാര്യമാണ്. അതാണിപ്പോൾ നമ്മൾ കാണിക്കുന്നത്.
എങ്ങും തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായി കാണാൻ പറ്റും. കൽപ്പറ്റ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെതായ മനോഹാരിത നമുക്ക് കാണാൻ കഴിയും. പല ടൂറിസം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് എവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ കൽപ്പറ്റയെ ടച്ച് ചെയ്യാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു വലിയൊരു മാറ്റം. അങ്ങനെ നമ്മളിപ്പോൾ കൽപ്പറ്റയുടെ SKMJ പരിസരത്തേക്കുള്ള യാത്രയിലാണ്. അതിനകത്ത് പല സ്ഥാപനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. വാഹനങ്ങൾ അവിടെ ഓരോ ജീവിതമാർഗമായിട്ട് വളരെ സ്പീഡിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ സംഭവങ്ങളിത് TP ടൈൽ സെൻറ്റർ, അങ്ങനെ ഗ്രാനൈറ്റുകളുടെ ഒരു സ്ഥാപനം. അങ്ങനെ ഓരോന്ന് പറയുകയാണെങ്കിൽ വളരെ രസകരമായി കാഴ്ച കണ്ട് അങ്ങനെ പോവുകയാണ്. ചന്ദ്രഗിരി ഓഡിറ്റോറിയം. അങ്ങനെ ഇന്ന് നിങ്ങൾക്ക് SKMJ സ്കൂൾ വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ SKMJയുടെ പരിസരത്തെത്താനായി. വയനാടിൻ്റെ പുതിയ കാഴ്ചകളും പുതിയ ജീവിത രീതികളും മറ്റും കാണുവാനായി അജയ് വയനാട് എന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക. കാഴ്ചകൾ, ഓരോ ദിവസത്തെയും യാത്രകൾ നിങ്ങൾക്ക് പുതു അനുഭവങ്ങൾ പകർന്നു തരാൻ വേണ്ടിയാണിത്.